മൂക്കെ കടിച്ചോടി നീ അല്ലേ? ഞാൻ എൻ്റെ കേജിനകത്തിൽ ഉണ്ടായ ഒരു പോട്ടാണിത്. പക്ഷേ ഇതിൻ്റെ കാലുകളൊക്കെ കണ്ടായിരിക്കുന്നേ, മൊത്തം ഇതിന് നടക്കാൻ പോലും പറ്റാത്ത പോലെ ആകും ഇത്. നമ്മൾ അത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തില്ലെങ്കിൽ മിക്ക ബേഡ്സുകളും അവരുടെ പോട്ടുകൾ ക്ലീൻ ചെയ്യാറുണ്ട്. മോസ്റ്റ്ലി ഇതൊക്കെ അവരുടെ പോട്ട് ക്ലീൻ ചെയ്ത് താഴെ പറക്കിയിടുന്നതാണ്. ചില സമയത്ത് അവർക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര ടഫായിരിക്കും. കാരണം ചിലപ്പം ഡയറിയ ഒക്കെ ആയിട്ടിരിക്കുന്ന ബേഡ്സ് ആണെങ്കിലോ അല്ലെങ്കിൽ വെറ്റായിട്ട് പോയെങ്കിൽ അവർക്കത് എടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് ഇത് ഭയങ്കര ഹാർഡായി പോകും, ഈ പിള്ളേരെല്ലാവരും കൂടെ അതിനകത്ത് ഇരുന്ന്. അതുകൊണ്ടാണ് ഞാനിത് ഇടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് എടുത്ത് കളയുന്നത്. സാധാരണ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിത് കടിച്ചങ്ങ് കളയും. നമ്മുടെ കൊച്ചു പിള്ളേരുടെ നഖമൊക്കെ വെട്ടി കളയത്തില്ലേ, അതുപോലെ മോന്ത മാറ്റി പിടിച്ച് കഴിക്കട്ടെ. ചിലർ പറയാറുണ്ട് ഒരു കട്ടിങ് പ്ലെയറൊക്കെ വെച്ച് ജസ്റ്റ് പൊട്ടിച്ചാൽ മതി. പക്ഷേ എനിക്ക് പേടിയാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. എനിക്ക് കുഴപ്പമില്ല, ഞാൻ പല്ലൊക്കെ തേച്ചോളം പോയി കഴിഞ്ഞിട്ട്. ഇതാകുമ്പം എനിക്ക് കൺട്രോൾ ഉണ്ടല്ലോ, ഞാൻ അതിൻ്റെ വിരളെ കടിക്കാതിരുന്നാൽ പോരെ. ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. കുഞ്ഞിയുടെയും കൂടെ ഉണ്ട്, ലാസ്റ്റ് കുഞ്ഞിയുടെ. എൻ്റെ മൂക്കി കടിച്ച നീ അറിയാമോ നിനക്ക്? എൻ്റെ മൂക്കെ കൊട്ടിടോ. ചുണ്ടിയായിട്ട് നീ ചുണ്ടടി, നീ ചുണ്ടടി. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.